الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما اللهم علمنا ما ينفعنا وزدنا علما يا كريم اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين ഏറെ സ്നേഹധർമ്മീയരായ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് സ്നേഹിച്ച് റസൂലിനെ പൂർണ്ണമായും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും പൊതുവായിക്കൊണ്ട് വിളിച്ച ഒരു നാമമുണ്ട്. നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. അടിമക്ക് സ്വാഭാവികമായും ഒരു ഉടമയുണ്ടാവും. അടിമത്വം എന്നുള്ളത് ഒരു മോശമായിക്കൊണ്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാകുന്ന അടിമയുടെ ഉടമ അള്ളാഹുവാണെന്നിരിക്കെ അവനതൊരു ഇസ്സത്താണ്. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉടമ, എൻ്റെ യജമാനൻ, എൻ്റെ മുതലാളി അത് പടച്ചോനാണ് എന്ന് പറയുമ്പോൾ അതിനോളം ഇസ്സത്ത് വേറെന്താ? അതിൽ പ്രതാപം കാണുന്ന അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ എന്ന് പറയുന്ന, അള്ളാഹ് എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറുള്ള സന്നദ്ധനായിട്ടുള്ള ഒരു അടിമയാണ് ഞാൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന മുസ്ലിമീങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അത് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഖുർആനിലൂടെയും റസൂലുള്ള ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് അദബുകൾ, മര്യാദകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രബലമായ, അതിലേറ്റവും പ്രസിദ്ധമായ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് അൽ ഗളബ്. അള്ളാഹു റസൂൽ പറയാണ് ലാ തഗ്ളബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ വാചകം 3 തവണ ആവർത്തിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ് ലാ തഗ്ളബ്, നീ കോപിക്കരുത്, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് റസൂലുള്ള പറഞ്ഞ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി കോപിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമാണ്. ഒരാളെ വെറുക്കുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ് എന്ന് പഠിപ്പിച്ച അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർഹു ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റിനെ വെറുക്കുക എന്നുള്ളത് അത് ഈമാനിൽപ്പെട്ടതാണ്, പ്രതിഫലാർഹമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. ഹറാമായ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ച അതേ ഇസ്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാളെ ഇഷ്ടപ്പെടുക, ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടുക, ഒരു സ്വഭാവത്തെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് അതും ഈമാനിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ഹദീസുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഈ ഒരു ഹദീസ് എനിക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി എനിക്ക് എന്തിനോടെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഒരു ഗീറത്ത്, ഒരു ആത്മരോഷം, അതാണ് ഒരു മുഅ്മിന്റെ ഈമാനിന്റെ ഭാഗമാണ് ഗീറത്ത് എന്നുള്ളത്. അഥവാ ഇസ്ലാമിനെതിരെ ഒരാൾ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗീറത്ത് അത് കാരണത്താൽ വരുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത പ്രവർത്തനം നടത്തുകയും അത് കാണുമ്പോൾ പടച്ചോണ്ട് ഇഷ്ടമില്ലാത്ത ആളോര് ചെയ്യുന്നേ എന്ന രീതിയിൽ ഒരു ഗീറത്ത്, ആത്മരോഷം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ഈമാനിന്റെ കണികയുടെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ വെറുക്കുവാനും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല. റസൂലുള്ളാഹി അള്ളാഹു പറഞ്ഞത് വഅഫു വസ്ഫഹു, വ്യക്തിപരമായ കാര്യങ്ങളാണ് പുറത്തു കൊടുക്കുന്നത്. നിങ്ങൾ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം. അതിലിങ്ങനെ വാശി പിടിക്കരുത്. അള്ളാഹ് പോലും ഗഫാറാണ്, അൽ അഫുവാണ് അള്ളാഹ് എന്ന് പറഞ്ഞ് അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്ന, എല്ലാം പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹ്. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അങ്ങനെയുള്ള ഉടമയുടെ അടിമ നമ്മളാവുമ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരോടെങ്കിലും വല്ല ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ആ ദേഷ്യം, ആ വെറുപ്പ്, ആ ഇഷ്ടക്കേട് പടച്ചവന്റെ മാർഗത്തിലാണെങ്കിൽ അത് പ്രതിഫലാർഹമാണ് എന്നുള്ള ആ സുന്നത്ത് കൂടി നമ്മുടെ ജീവിതത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൂടി നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് വരുമ്പോഴേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. നമ്മളൊക്കെ സിനയെ, വ്യഭിചാരത്തെ നമ്മളെല്ലാവരും വെറുക്കാറുണ്ട്. കാരണം അത് അള്ളാഹു വെറുത്തു എന്നുള്ളത് കൊണ്ടാണ്. നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ ഉപദേശിക്കും. ഒരാൾ നിസ്കരിക്കാത്തവനാണെന്ന് നമ്മൾ പുച്ഛിച്ചാ പറയാം. നിസ്കരിക്കാത്ത ഒരാളെ നമ്മൾ താത്തിക്കെട്ടിട്ടാ പറയാം. കാരണം എന്താ? അതിന് നമ്മൾ പുച്ഛിച്ച് കാണുന്നു, അതിനെ നമ്മൾ അതിനെ നമ്മൾ തെറ്റായി കാണുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനെ നമ്മൾ ഇഷ്ടക്കേടോടെ കാണുന്നു എന്നുള്ളതാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരു ആയത്ത്, ഇബാദുർ റഹ്മാനിന്റെ പ്രത്യേകതയായിക്കൊണ്ട് അള്ളാഹു ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിമകൾ, അവരുടെ സ്വഭാവമായിക്കൊണ്ട് അള്ളാഹ് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ആളുകളെ മുന്നിൽ അഹങ്കാരത്തോടെ നടക്കുകയില്ല, മുഖം കോട്ടി പുച്ഛിച്ച ആളുകളെ മുന്നിൽ പുച്ഛിച്ചുകൊണ്ട് നടക്കുകയില്ല, ആളുകളെ താഴ്ത്തി 2ാം നമ്പറുകാരനായി കാണുകയില്ല, ആളുകളോടൊക്കെ ഭൂമിയിൽ നടക്കുമ്പോൾ വിനയത്തോടെ പൊങ്ങച്ചമില്ലാതെ നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ ഇബാദുർ റഹ്മാനിന്റെ സിഫത്തുകളായിക്കൊണ്ട്, വിശേഷണമായിക്കൊണ്ട് അല്ലാഹ് പറയാം വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അവർ ലഹുവിനടുത്തുകൂടി അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നുള്ളതാണ്. ലഹു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ലാ യശ്ഹദു വല്ലദീന ലാ യശ്ഹദൂന സൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇബാദുർ റഹ്മാനിന്റെ സിഫത്തായിക്കൊണ്ട് അല്ലാഹ് പറയാം, പ്രത്യേകതയായിക്കൊണ്ട് പറയാം, അവർ സൂറിന് ഷാഹിദാവുകയില്ല. സൂറുള്ള സദസ്സുകളിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. അല്ലാഹ് പറയാം സൂറുള്ള സദസ്സുകളിൽ, സൂറുള്ള വേളകളിൽ, അതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ അവിടെ അള്ളാന്റെ അടിമകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ലാ യശ്ഹദൂന സൂർ. ഇബാദുർ റഹ്മാനുകൾ
സൂറിൽ സാക്ഷികളാവുകയില്ല എന്നുള്ളതാണ്. ഈ സൂർ എന്താ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാരാണ്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇസ്ലാമിനെ നമ്മൾ 4 കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ അതിലൊരു കഷ്ണം തന്നെ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹയാണ്. അത്രയും അറിവിൻ നിറകുടമാണ്. ആ ആയിഷ ബീവിയുടെ സ്റ്റുഡന്റായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലാ യശ്ഹദൂന സൂർ എന്നതുകൊണ്ടുള്ള വിവക്ഷ ഉദ്ദേശം ലാ യസ്മഊന ലഗിന, അവർ സംഗീതത്തിന് അവർ കേൾവിക്കുകയില്ല, അവർ സംഗീതം കേൾക്കുകയില്ല. ലാ യശ്ഹദൂന സൂർ എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ടുള്ള വിവക്ഷ ഉദ്ദേശം മഹാനായ ആയിഷ, മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ സ്റ്റുഡന്റായ ശിഷ്യനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ തഫ്സീറായിക്കൊണ്ട് പറഞ്ഞു തരാണ്. അള്ളാഹ് പറഞ്ഞതിന് ഉദ്ദേശം ലാ യസ്മഊന ലഗിന, സംഗീതം അവർ കേൾക്കുകയില്ല, അങ്ങനത്തെ സദസ്സുകൾ അവർ പോയി ഇരിക്കുകയില്ല എന്നാണ് വിവക്ഷ, എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിച്ചൊരു സന്ദർഭം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറയാ, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദു, മലായിക്കത്തുകളോടും ജിന്നുകളോടുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കേണ്ടതാണ്. എന്താ സംഭവിച്ചത്? ഫസജദു, എല്ലാ മലക്കുകളും ജിന്നുകളും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. എന്നിട്ട് ഇബ്ലീസ് അഹങ്കാരത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്ജുദു, ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യുക? തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ, മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട അവനെ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഹങ്കാരത്തോടു കൂടി, ധാർഷ്ട്യത്തോടു കൂടി സംസാരിച്ച സന്ദർഭം നമ്മൾ കേട്ടതാണ്. എന്നിട്ട് ശൈത്താൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ അറഅയ്തല്ലദീ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വെല്ലുവിളിച്ചുകൊണ്ട് ശൈത്താൻ പറയാ, ഖാല അറഅയ്തക ഹാദല്ലദീ കറംത അലാ ലയസ്ം ഖലഖത തീന ഖാല ഇദ്ഹബ് ഇഖ്തർന ഇലാ യൗമിൽ ഖിയാമ. ശൈത്താൻ പറയാ, ലഅഹ്തികന്ന ദുർരിയതൻ ഇല്ലാ ഖലീല. ശൈത്താൻ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. അല്ലാഹുവോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയാ, അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമകളെ തീർച്ചയായും വഴിപ്പിയപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ശൈത്താൻ പറഞ്ഞൊരു വാക്ക് ബാക്കിയും കൂടി ഉണ്ട്, ഇല്ല ഖലീല, കുറച്ച് ആൾക്കാരെ കയ്യൂലക്ക്, ഭൂരിഭാഗം ആളുകളെയും ഞാൻ പിയപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇല്ല ഖലീല, ശൈത്താന് പോലും സമ്മതിക്കേണ്ടി വന്നു, ഇല്ല ഖലീല, അതിൽ കുറച്ച് ആൾക്കാരെ എനിക്ക് കഴിയൂല. എന്നിട്ട് ശൈത്താൻ പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വെല്ലുവിളിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിനെ തിരിച്ചു വെല്ലുവിളിച്ചു. ഖാല വസ്തഫ്സിസ് ഫമൻ തബിഅക്, നീ പോയി നിന്റെ ശബ്ദം കൊണ്ട് അവരെ ഇളക്കി വിട്ടോ ശൈത്താനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നിന്റെ എല്ലാ സൈന്യവും കൊണ്ട്, നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിട്ടുകൊള്ളുക. നിനക്കൊരു സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യത്തെയും ഉപയോഗിച്ച് നീ അവരെ ഇളക്കി വിടാൻ ശ്രമിക്കുക. വമാ യഅദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നീ അങ്ങനെയൊക്കെ ശ്രമിച്ചോ, എന്നാലും എന്നിൽ പൂർണ്ണമായി വിശ്വസിച്ചനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും, അവരെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിനെ വെല്ലുവിളിച്ച സന്ദർഭം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹ് തിരിച്ച് വെല്ലുവിളിച്ചില്ല പിശാചിനെ, വസ്തഫ്സിസ്, ശൈത്താനെ നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിട്ടോ, അതേപോലെ തന്നെ നിന്റെ ജുനൂദ് കൊണ്ട്, നിന്റെ സൈന്യവും കൊണ്ട് നീ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ, എന്നാലും നിനക്ക് സാധിക്കില്ല എന്ന് അള്ളാഹു നടത്തിയ ആ വെല്ലുവിളിയിൽ വസ്തഫ്സിസ് ബിസൗതിക്, നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ ഇളക്കി വിട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആയത്തിനെ മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹ് അബ്ബാസ് റളിയല്ലാഹുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിന് വേണ്ടി ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ മുഫസ്സിറാക്കണേ, ഖുർആൻ അവഗാഹം നേടിയ ഒരു മോനാക്കണേ, ഈ മോനാന്ന് അള്ളാഹുവിന്റെ റസൂല് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന പോലെ തന്നെ വലിയ തഫ്സീർ മുഫസ്സിർ ആവുകയും ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശൈത്വാനിന്റെ ശബ്ദം എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ബില്ലഹ്വി വൽ ഗിനാ, ആളുകളെ അശ്രദ്ധയിലാക്കുന്ന എല്ലാം
സൗത്തു ഷെയ്ത്താനാണ്, ഷെയ്ത്താനിന്റെ ശബ്ദമാണ്. അതുപോലെ തന്നെ അൽ ഗിനാ, സംഗീതവും ഷെയ്ത്താനിന്റെ ശബ്ദമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് നീ നിന്റെ സകല പരിശ്രമം എടുത്തുകൊള്ളുക, നീ ആളുകളെ തെറ്റിലേക്ക് ക്ഷണിച്ചു കൊള്ളുക, നീ സംഗീതം ഉപയോഗിച്ചു കൊള്ളുക, ഇങ്ങനെയൊക്കെ നീ ഈ ജനങ്ങളെ പിയപ്പിക്കാൻ ശ്രമിച്ചോ, എന്നാലും നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഷെയ്ത്താനിന്റെ ശബ്ദമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗീതത്തെ പരിചയപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്, വമിനൻ നാസി മയ്യശ്തരി ലഹുൽ ഹദീസ്. അള്ളാഹ് ഇതൊക്കെ നിന്ദിച്ചുകൊണ്ടാ പറയുന്നത് കേട്ടോ. അള്ളാഹ് പറയാ ചില ആളുകളുണ്ട് ജനങ്ങളിൽ, അവർ ലഹുൽ ഹദീസ് അവർ വാങ്ങും, പണം കൊടുത്തവർ വാങ്ങും. എന്താ ലഹുൽ ഹദീസ്? എന്തിനു വേണ്ടി അവരത് വാങ്ങുന്നത്? ലിയുളില്ല, അവർ പിയപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിന്? അൻ സബീലില്ല, അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ലഹുൽ ഹദീസ് വാങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് നിന്ദ്യമേറിയ ശിക്ഷയുണ്ട്, കഠിനമേറിയ ശിക്ഷയുണ്ട്. ആ ലഹുൽ ഹദീസ്, ആളുകളെ പിയപ്പിക്കാൻ വേണ്ടി ലഹുൽ ഹദീസ് വാങ്ങിയ ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ള പറഞ്ഞു. എന്താ ലഹുൽ ഹദീസ് വാങ്ങാൻ പറഞ്ഞാൽ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സ്വഹാബിയായ ജാബിർ ഇബ്നു അബ്ദുല്ല, ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ സ്റ്റുഡൻസ് ആണ്, ശിഷ്യന്മാരാണ്. ഇവരാണ് നമുക്ക് അർത്ഥം പറഞ്ഞു തരേണ്ടത് ഖുർആന്റെ. അവർ പറയാണ്, അൽ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയാം, വൽ ഗിനാഉ, അത് സംഗീതമാണ്, വൽ ഇസ്തിമാഉ ലഹു, അതിലേക്ക് ശ്രദ്ധ കൊടുക്കലാണ്, അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കലാണ് ലഹുൽ ഹദീസ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഗൗരവമേറിയതാണ് സുഹൃത്തുക്കളെ വിഷയം. പലരും അവഗണനയോടെ കാണാറുള്ള വിഷയമാണ് സംഗീതം എന്നുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മഹാന്മാരായ സ്വഹാബികൾ എല്ലാവരും പരിചയപ്പെടുത്തിയതുപോലെ സംഗീതം പിശാചിന്റെ കുഴലൂത്താകുന്നു. മഹാന്മാരായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, റുഖിയത്തുസ് സിനാ, വ്യഭിചാരത്തിന്റെ റുഖയയാണ്, വ്യഭിചാരമാകുന്ന ചികിത്സയാകുന്നു സംഗീതമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഖിലവും പഠിപ്പിച്ച വലിയ പാപമാണ് സംഗീതവും അത് ശ്രദ്ധിച്ച് കേൾക്കലുമെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ശക്തമായി കൊണ്ട് വിലക്കിയ വൻ പാപമാണ് സംഗീതവും അത് ശ്രദ്ധിച്ച് കേൾക്കലും. പലരും പറയാറുണ്ട് ഖുർആനിൽ സംഗീതത്തെ പറ്റി പറയുന്നില്ല, ഹദീസിൽ പറയുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 12 ഹദീസുകൾ മാത്രമുണ്ട് സംഗീതത്തിന്റെ വിഷയത്തിൽ. ഖുർആനിലത്തെ തെളിവുകൾ നമ്മൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി പറയല്ല, യകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. റസൂൽ അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് പറയാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഇങ്ങനെ ഒരു സമുദായം ഉണ്ടാവുക തന്നെ ചെയ്യും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീർ, അവർ അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലായി കാണുന്ന ഒരു സമുദായം. എങ്ങനെ? വ്യക്തമാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത റബ്ബാനികളെ കുറിച്ച്, ജൂത പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, അവരൊക്കെ അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി പറയാ, അങ്ങനത്തെ ഒരു സമൂഹം മുസ്ലിങ്ങളും വരും. അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലായി പരിചയപ്പെടുത്തുന്ന, അതിനെ ഹലാലിന്റെ പട്ടം ചാർത്തിക്കൊണ്ട് അതൊന്നൊരു പ്രശ്നമല്ല എന്ന് ആളുകളുടെ മുന്നിൽ നിസാരവൽക്കരിച്ചുകൊണ്ട് അള്ളാഹു വൻ പാപമായി കൊണ്ട് പഠിപ്പിച്ചതിനെ അതൊരു തെറ്റുമല്ല, അത് ആസ്വദിക്കേണ്ടത് തന്നെയാണ്, അത് നുണയേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയതിനൊക്കെ ഹലാലാക്കുന്ന ഒരു സമൂഹം വരുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഈ 4 കാര്യങ്ങളും ഹലാലാണെന്ന് പറഞ്ഞൊരു സമുദായം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിന്റെ ലാസ്റ്റ് പറഞ്ഞ വാചകം എന്താ പറയും? വൽ മആസിഫ്, സംഗീതോപകരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറയാം, സംഗീതോപകരണം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഹറാമാണ് എന്ന് റസൂലുള്ളാഹി പറയാണ്. ഈ ഹറാമുകളൊക്കെ ഹലാലായി കാണുന്ന, അതിനെ ഹലാലാക്കുന്ന ഒരു സമുദായം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കൂടെ റസൂൽ പറഞ്ഞതറിയോ? മദ്യം ഹലാലായി കാണുന്ന ഒരു സമുദായം വരുന്ന, വലിയ വലിയ പാപങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണീട്ട് പറയാം, ഇതൊക്കെ ഹലാലായി കാണുന്ന ഒരു സമുദായം വരും. അത് സംഭവിക്കുക തന്നെ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്.
അപ്പോൾ ഇത്രയും ആയത്തുകൾ നമ്മൾ ഓതി, ഇനിയുമുണ്ട് ആയത്തുകളും ഹദീസുകളും ഒരുപാട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ബറക്കത്തും ഖൈറും കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പോലും പറയാറുണ്ട്, ജീവിതത്തിൽ എന്താ ഒരു ഖൈറില്ലാത്ത, എന്താ എൻ്റെ സാമ്പത്തിക അവസ്ഥക്ക് ഇങ്ങനെ, കുറെ പൈസ കിട്ടുന്നുണ്ട്, കുറെ കച്ചവടം നടക്കുന്നുണ്ട്, എന്നാലും ഒന്നും ബാക്കിയാവണില്ല, ജീവിതത്തിൽ ഒന്നൊരു ഖൈറും കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പുരയിൽ വന്ന ഒരു സ്വസ്ഥതയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറില്ല. നമ്മളെപ്പോഴെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം ചിന്തിച്ചിട്ടുണ്ട്? ഇതിനൊക്കെ ഫിസിക്കലി പ്രശ്നത്തിനപ്പുറം ഒരുപാട് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പഠിച്ചോണ്ട് തന്നെ കിട്ടിയാലേ കാര്യം ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹു ഇറക്കി തരേണ്ട ഖൈറും ബറക്കത്തും ഉണ്ട്. അത് നമുക്ക് എത്ര പൈസ ഉണ്ടാക്കിയാലും എന്തൊക്കെ ചെയ്താലും കിട്ടൂല, അത് അള്ളാഹ് തന്നെ തരണം. ആ ഖൈറും ബറക്കത്തൊക്കെ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ അള്ളാഹു പറഞ്ഞു കേൾക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ എല്ലാം പറഞ്ഞെന്തിനാ? ശൈത്താൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിൽ ശൈത്താൻ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഖൈറും ബറക്കത്തും ഉണ്ടാവുക? ശൈത്താനിന്റെ ശബ്ദം, ശൈത്താൻ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഖൈറും ബറക്കത്തും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താ? ആ വീട്ടിൽ ഖൈറും ബറക്കത്തും ഇറങ്ങണമെങ്കിൽ അവിടെ ശൈത്താൻ ഉണ്ടാവാൻ പാടില്ല. ശൈത്താൻ ഉണ്ടാവാതിരിക്കാൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ശൈത്താനിന്റെ ശബ്ദമായ സംഗീതം ഒരു വീട്ടിലില്ലായിരിക്കെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ആ വീട്ടിൽ ഖൈറും ബറക്കത്തും ഉണ്ടാവുക? ആളുകൾക്ക് ഹറാമുകളില്ലാതെ ആസ്വാദനങ്ങൾ കണ്ടെത്താൻ പറ്റാത്തത്രയും നമ്മളൊക്കെ മാറിപ്പോയി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈമാന്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സങ്കടപ്പെടണം. ആലോചിച്ച് നോക്കുക, നമുക്ക് ഈ ഹറാമൊന്നും ഇല്ലെങ്കിൽ, ഒരു വിനോദയാത്ര അതില്ലെങ്കിൽ, അഥവാ ഒരു വിനോദയാത്രയിൽ സംഗീതമില്ലെങ്കിൽ, നമ്മൾ ഇസ്ലാമികരായി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഹറാമിൽ ഈ ടൂർ രസമില്ല എന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കല്യാണം, ആ കല്യാണത്തിൽ ഒരു സംഗീതമില്ലെങ്കിൽ ആ കല്യാണ രസമില്ലാന്നെടുത്തെത്തി. ഒരു കുടുംബ സംഗമം, അവിടെ കല്യാണവും അവിടെ ഗാനമേളയും സംഗീതാലാപനവും ഇല്ലെങ്കിൽ, വെറുതെ ഒരു പാട്ട് പാടുന്നതിനെ പറ്റി അല്ല കേട്ടോ പറയുന്നത്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള പാട്ടുമേളകൾ, അതില്ലെങ്കിൽ ഈ കല്യാണ രസം ഉണ്ടാവില്ല, അതില്ലെങ്കിൽ ഈ കുടുംബമേളകൾ രസം ഉണ്ടാവില്ല. എന്നിടത്തേക്ക് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഇതിനൊക്കെ ഹലാലായി കാണുന്ന ഒരു സമൂഹം വരിക തന്നെ ചെയ്യും. അതിൽ നമ്മളാരും പെടാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ സദസ്സിൽ നമ്മൾ പോവുകയും ചെയ്യരുത്. ആരാ പറഞ്ഞ്? അള്ളാഹ് പറഞ്ഞു. ഇബാദുർ റഹ്മാനിന്റെ അടയാളമായിക്കൊണ്ട് അള്ളാഹ് പറഞ്ഞു, ലാ യശ്ഹദൂന സൂർ. അങ്ങനത്തെ സംഗീതമുള്ള ഹറാമുകൾ, സംഗീതം മാത്രമല്ല അതിൽ പെടുക, അവിടെ ഹറാമുകൾ നടക്കുന്ന സദസ്സാണോ അവിടെ മുഅ്മിനെ കാണാൻ സാധിക്കൂലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ അങ്ങനത്തെ സദസ്സിൽ പോകാൻ പാടില്ല. ഇനി പോവുകയാണെങ്കിൽ നമ്മൾ ആ തെറ്റിനെ തിരുത്തണം എന്നുള്ളതാണ്. അതാ ഒരു ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗാനമേള ഇല്ലാത്ത കല്യാണം ഇല്ലാലോ. ഇനി നമുക്ക് ആ കല്യാണത്തിന് പോവൽ നിർബന്ധമാണെങ്കിൽ നമ്മൾ പോയിട്ട് ആ തെറ്റ് തിരുത്തണം. ആ തിരുത്താൻ കഴിയുന്ന ഉറപ്പുള്ളവനെ പോകാൻ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച്. അതാണ് പണ്ഡിതന്മാരെ ഫത്വ. ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വിഷയമുണ്ട്, ചില ഹലാലുകൾ ഹറാമായി മാറുന്നു, ചില സുന്നത്തുകൾ പോലും ഹറാമായി മാറും. കുടുംബ സംഗമങ്ങൾ എന്നുള്ളത് വലിയ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ ഗാനമേള നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ കുടുംബ സംഗമം തന്നെ ഹറാമായി മാറും. റസൂൽ പഠിപ്പിച്ചെന്താ? കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല, ഓഞ്ചി സിറാത്ത് പാലം കടക്കാൻ പറ്റില്ല എന്നാണ് റസൂൽ പറയുന്നത്. അത്രയും പുണ്യമായ കുടുംബ സംഗമങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ശൈത്വാനിന്റെ സദസ്സുകളായിക്കൊണ്ട് മാറുക. നമ്മൾ പറഞ്ഞ സൗത്ത് ഷെയ്ത്താനിന്റെ ശബ്ദങ്ങൾ അവിടെ കടന്നു വരുമ്പോൾ, അതുകൊണ്ട് അതില്ല. നമ്മുടെ വീടങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മൈന്യൂട്ടായി ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നറിയോ? അഥവാ ഒരു സ്റ്റാറ്റസ്, അത് മ്യൂസിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട ഒരു റാഹത്ത് ഉണ്ടാവില്ല നമുക്കായിരിക്കും. നമ്മളൊക്കെ വിഷയം ആലോചിച്ച് നോക്കി, ഈ ഹദീസുകളും ആയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തിൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. 30 സെക്കൻഡ് സ്റ്റാറ്റസ് ഇടുമ്പോൾ അതിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് നമ്മൾ ഇടണ്ട. നമുക്ക് ഇതിലൊക്കെ മുസ്ലിങ്ങളാ മുന്നിൽ, അതാ സങ്കടം. നമുക്ക് എന്തുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു ലോകം സൃഷ്ടിച്ചുകൂടെ സുഹൃത്തുക്കളെ? ഇതൊന്നും ഇല്ലെങ്കിലും ആസ്വാദനം കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ. ഒരു വിനോദയാത്ര പോവുകയാണെങ്കിൽ ശരിക്കും ആ വിനോദയാത്രയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? ആട്ടും ഡാൻസുമായിട്ട് ബസ്സിലാ ടൂറ്, ആ സ്ഥലം വരെ പോവും.
അവിടെ പോയാലും പിന്നെ അവിടെയും പാട്ടും ഡാൻസ് തന്നെ, തിരിച്ചു വരുമ്പോൾ പാട്ടും ഡാൻസ് തന്നെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ടൂർ പോയിട്ട് ഒരാൾ എന്തിനാണ് പോകുന്നത്? ആകെ ഓർമ്മയായത് എന്താണെന്ന് വെച്ചാൽ കുറെ തുള്ളി കുറെ പാട്ട് കിട്ടുന്നു, ലക്ഷ്യമില്ലാതെ പോവാണ്. ശൈത്താനിന്റെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ആസ്വാദനങ്ങളെ ശൈത്താൻ നശിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക് പോലും ഈമാനും ഇഖ്ലാസും കിട്ടാത്തതെന്താ അറിയോ? എന്താ നിസ്കാരത്തിന് നമുക്ക് ശ്രദ്ധ കിട്ടാം? നമ്മൾ വിചാരിച്ചെന്താ, നമുക്ക് അർത്ഥം അറിയാത്തോണ്ടാ? അർത്ഥം അറിയുന്നതും കിട്ടും നിസ്കാരത്തിന് ശ്രദ്ധ. ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്താൻ തോന്നാത്തെന്താ? ഒരു തെറ്റ് ചെയ്യാൻ മടിയില്ലാത്തെന്താ? ഒരു ലജ്ജ, ഒരു തെറ്റ് കാണുമ്പോൾ അയ്യെന്ന് പറയാൻ തോന്നാത്തെന്താ? സ്വന്തം വീട്ടിൽ നടക്കുന്ന തെറ്റ് പോലും തിരുത്താൻ കഴിയാത്ത എന്തുകൊണ്ടാ? ഈമാനില്ലാത്തതുകൊണ്ടാ. എന്തുകൊണ്ട് ഈമാനില്ല? നമ്മുടെ സാഹചര്യം അത്രമേൽ കഠിനമായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ഐക്യം കണ്ടേനെ ഇത് ഉറപ്പിക്കണം. നമ്മുടെ വീടകങ്ങളിൽ ഷെയ്ത്താനിന്റെ ശബ്ദമില്ല, അവിടെ ഖുർആനിന്റെ ശബ്ദമാണ്. അള്ളാഹു ഹലാലായി പഠിപ്പിച്ച, അള്ളാഹു ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച ശബ്ദങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ വീടകങ്ങളിൽ നിന്ന്. അതുപോലത്തെ സദസ്സുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ നാട്ടിലൊരു പ്രമാണി അദ്ദേഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു പരിപാടി സംഘടിപ്പിക്കും വിചാരിക്കുക, നമ്മളെല്ലാവരും കൂടും അവിടെ, നമുക്ക് മുൻകൂട്ടി അറിഞ്ഞു അവിടെ ഗാനങ്ങളുണ്ടെന്ന് വിചാരിക്കുക, നമ്മളെല്ലാവരും കൂടി പോവാണ്ടെന്നാൽ പോവില്ലാന്ന് ഉറപ്പിട്ടെങ്കിൽ അദ്ദേഹം ആ തെറ്റ് തിരുത്തൂലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മളൊക്കെ ചിന്തിക്കുക പോലും എന്താ, ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് പോയിട്ടില്ല അയാളെന്താ വിചാരിക്കുന്ന? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അള്ള എന്താ വിചാരിക്കാന്ന്? ഞാനിപ്പോ അവിടെ പോയിട്ടുണ്ട് പഠിച്ചോന്നെന്ത് വിചാരിക്കാൻ നമ്മൾ വിചാരിക്കൂല. ആ മനുഷ്യൻ എന്തിനെ പറ്റി വിചാരിക്കുന്ന വിചാരിക്കാം. അള്ളാന്റെ വിചാരങ്ങൾക്കും അള്ളന്നെ കാണേണ്ടുന്ന ഒരു ബോധവുമില്ലാത്ത സമൂഹമായിക്കൊണ്ട് നമ്മൾ അത് അപ്പതിച്ചു. അള്ളാനെ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ അള്ളാനെ ആദരിക്കണം. ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് പുതിയ അറിവായിരിക്കും, പക്ഷെ പറയാനുള്ളത് നമ്മൾ ഇത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു ഇറിറ്റേഷനായി നമുക്ക് തോന്നരുത്. കാരണം എന്താ അറിയോ, ഈ ലോകത്തെ പറ്റി അള്ള പറഞ്ഞൊരു ഉത്തരമുണ്ട്. അള്ളാഹ് പറഞ്ഞ ഉത്തരതാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മളെ പരീക്ഷിക്കാൻ കൊണ്ടുപോയിട്ടാ പഠിച്ചോമ്പിട. അതാണ് ഇതിന്റെ ഒരു അസല്. ഇവിടെ ആസ്വാദനം ബോണസാണ്, ഇവിടെ പരീക്ഷിക്കാൻ കൊണ്ടുപോയിട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഒരു മുഅ്മിന് ദുനിയാവ് നിറ ജയിലിനെ പോലെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. അതനുസരിച്ച് ഇതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കുറച്ച് പണി ഉണ്ടാവും. അതാണ് റസൂലുള്ള പറഞ്ഞത്, തീക്കട്ട കൈമ പിടിച്ച് നടക്കുന്ന എടുങ്ങാറുണ്ടാവും. ഇതൊക്കെ കൂടി പാലിക്കണ കുറച്ച് എടുക്കാറില്ലേ? ഇതൊക്കെ കൂടി ഉള്ളോക്കേ സ്വർഗം കൂടി ഉള്ളൂന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് ഈ വിഷയം ഗൗരവമാണ്. ഞാൻ ഈ വിഷയം ഒരു ഖുത്ബ തന്നെ ആക്കാൻ കാരണം എന്ന് വെച്ചാൽ വളരെയധികം വ്യാപിച്ചിട്ട് ഇപ്പൊ ഒരു 100-ൽ 99 ആളും ഇതില്ലാണ്ടില്ല നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ മാർഗം വീട്ടിൽ അങ്ങനത്തെ മാതൃക നമ്മുടെ വീട്ടിൽ കാണിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ആസ്വാദനം ഉണ്ട് മക്കളെ എന്ന് നമ്മൾ ആസ്വാദനം കണ്ടെത്തി കാണിച്ചു കൊടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിലും വിനോദയാത്രകൾ നടക്കും, ഇതൊന്നും ഇല്ലെങ്കിലും കുടുംബ സംഗമങ്ങൾ നടക്കും, ഇതൊന്നും ഇല്ലെങ്കിലും കല്യാണങ്ങൾ നടക്കും എന്ന് പറയാൻ പറ്റണം. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇതുപോലുള്ള സദസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു, എന്നിട്ടും അവർ ഇതുപോലുള്ള സദസ്സുകൾ നടത്തുന്നുണ്ടെങ്കിൽ ലാ യശ്ഹദൂന സൂർ, അത് നമ്മൾ ഷാഹിദാവാൻ പാടില്ല, സാക്ഷിയാവാൻ പാടില്ല. കാരണം ഹറാമ് നടക്കുന്ന സദസ്സിന്റെ പ്രത്യേകത എന്താ അറിയോ? അള്ളാഹുവിന്റെ കോപമുള്ള സദസ്സാണ്. ആ കോപം തട്ടിയോല് നമ്മൾ വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും ഖൈർ ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ശാപം ഇറങ്ങാൻ സാധ്യതയുള്ള, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാൻ സാധ്യതയുള്ള സദസ്സുകളാണ് ശൈത്താനിന്റെ ശബ്ദമുള്ള സദസ്സുകൾ. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത സദസ്സിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാൻ സാധ്യതയുണ്ട്, അള്ളാഹുവിന്റെ കോപം തട്ടാൻ സാധ്യതയുണ്ട്. അതിൽ നിരപരാധികളായ നമ്മൾ പോലും ഒരു മൗന സമ്മതത്തിന്റെ പേരിൽ നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലുള്ള ദൗർഭാഗ്യതയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ അഅതിനാ അൽ-ഇഖ്ലാസ് വസ്ദദ് ഈമാനനാ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസികൾ, നമ്മളെല്ലാ ഖുതുബയിലും തുടക്കത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ് സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ എന്ന് പറയാറുണ്ട്. അള്ളാഹു പറഞ്ഞതിനോടൊക്കെ കീഴൊതുങ്ങുമ്പോഴാണ് ഒരാൾ മുഅ്മിനാവുകയും ആ വിളി കേൾക്കാൻ പോലും ഒരു അവകാശം വേണമെങ്കിൽ അള്ളാഹ് പറഞ്ഞതൊക്കെ കേൾക്കുന്നവരാവണം എന്നുള്ളത്. 2 ദിവസം മുമ്പ് ഞാനൊരു വ്യക്തിയുമായി സംസാരിച്ച സന്ദർഭത്തിൽ വേറൊരു വിഷയമാണ്, ഒരു പ്രത്യേക വിഷയത്തെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്താരും തെറ്റി, ഇസ്ലാമികരമായി കൊണ്ടൊരു തെറ്റ് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹദീസുകൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ 2 പേരുണ്ട്, ഹദീസ് പറഞ്ഞു കൊടുത്തു, ആയത്തൊക്കെ പറഞ്ഞു കൊടുത്തു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ സമൂഹവും സാഹചര്യം ഇങ്ങനെയല്ല, അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയി കൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളെ മനസ്സിലും അങ്ങനെ ഉണ്ടാവാം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും മിന ശൈത്താൻ, അത് ശൈത്താൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും എന്ന വാക്കുണ്ടല്ലോ, എന്ത് വിചാരിക്കും എന്നുള്ള വാക്ക്, അതൊക്കെ ശൈത്താൻ തോന്നിപ്പിക്കുന്നു. അവിടെയൊക്കെ ഇതൊന്നും ഒരു വലിയ ത്യാഗമായിട്ട് പോലും നമ്മൾ കാണരുത് കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഈ ഹദീസ് കേട്ടിട്ട് ഇതുപോലുള്ള സദസ്സ് എന്നൊക്കെ നമ്മൾ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്ത വലിയ ത്യാഗമായിട്ട് നമ്മൾ കരുതരുത്. അതൊക്കെ നമ്മുടെ ബാധ്യതയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സാഹചര്യം എന്നുള്ളത് 100% ശരിയാണ്. നമ്മളെ സാഹചര്യം പേർപ്പിക്കും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നമ്മളൊക്കെ നമുക്കെന്നെ അറിയാലോ, ഒരുപാട് നല്ല രീതിയിൽ ജീവിച്ച മുഅ്മിനീങ്ങളായ മുസ്ലിമാത്തുകളായ ആളുകൾ, നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ പിന്നീട് ഒരു കാലത്ത് പെട്ടെന്ന് അവർ പിഴച്ചുപോയി, ശൈത്താനിൻ്റെ കുതന്ത്രത്തിൽ കൈതിൽ അവർ വീണുപോയി എന്നുള്ളതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ആവർത്തിച്ച് എത്രയൊക്കെ ഹദീസും ആയത്തും കേട്ടാലും നമ്മളോട് പോലും പിഴവ് സംഭവിച്ചു പോകും. അതിന് നമ്മൾ കൃത്യമായി ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഏത് സാഹചര്യം, കൊടുമ്പിരി കൊണ്ട സാഹചര്യത്തിലും തെറ്റ് ചെയ്യാതെ അടിയുറച്ച് കയറാൻ തൗഫീഖാണ് പടച്ചോൻ തന്നെ തരണത്. നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബേ ലാ തുസിഗ് ഖുലൂബന, എൻ്റെ കൽബിനെ നീ തെറ്റിക്കല്ല റബ്ബേ, ബഅദ ഇദ് ഹദൈതനാ, അത് ഹിദായത്തിലായതിൻ്റെ ശേഷം പിന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്നിൽ നിന്നൊരു കാരുണ്യം വരാണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ എന്ന പ്രാർത്ഥന ആവർത്തിച്ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹ. നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ മരണപ്പെട്ട വിവരം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. എനിക്ക് പേഴ്സണലി വ്യക്തിപരമായി പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നേക്കാൾ എത്രയോ പ്രായം വലുതാണ്. അദ്ദേഹം പള്ളിയിൽ വന്നാൽ നേരത്തെ പള്ളിയിൽ വരും. എന്നിട്ട് എന്തൊരു വിനയാന്നറിയാം അദ്ദേഹത്തിന്. അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ആളുകളെ മുന്നിൽ വിനയത്തോട്, ഒരു അഹങ്കാരവുമില്ല, പ്രായത്തിൻ്റെ ഒരു ധാർഷ്ട്യവുമില്ലാതെ ഏറെ വിനയാന്വിതനായ സൽസ്വഭാവം കൊണ്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ പേഴ്സണലി പരിചയമുള്ളതുകൊണ്ട് പറയും. നമ്മൾ മരിച്ചതിൻ്റെ ശേഷം ഒരാൾ നമ്മളെ പറ്റി നല്ല സ്വഭാവമുള്ളവനേനും തായ്മയുള്ളവനും വിനയുള്ളവനും അവനേനൊന്ന് പറഞ്ഞാൽ അതിനോളം തൗഫീക്ക് വേറെന്താ? ഓനൊരു പരിശുദ്ധമുള്ളവനാന്ന് എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി അങ്ങനെ പറയില്ല. പക്ഷെ നമ്മളെ പറ്റി ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ഇയാൾ ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞാൽ അതിനോളം തൗഫീക്ക് വേറെന്താ? ജീവിതത്തിലെ നല്ല ഓർമ്മകളാണ് അത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അദ്ദേഹത്തൊക്കെ മാതൃകയാക്കിക്കൊണ്ട് നല്ല നല്ല ഓർമ്മകൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല ചിന്തകൾ നമ്മളെന്താക്കണം, മാറ്റിവെക്കണം എന്നുള്ളതാണ്. ബഹുമാന്യനായ കെ വി മുഹമ്മദ് കോയക്കയാണ് മരണപ്പെട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവവും അദ്ദേഹത്തിൻ്റെ സകല അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖബറിൽ നിന്ന് രക്ഷയായി മാറ്റിത്തരുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതേപോലെ തന്നെ ഈ സദസ്സിൽ ഇരുന്നതുപോലെ തന്നെ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ജന്നിബ്ന അശ്ശൈത്താന മിന്നാ യാ അല്ലാഹ്. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.